ഇന്ന് നെല്ലിയാമ്പതി ചുരത്തിൽ രാവിലെ 9:30 അപകടമുണ്ടായത്. KSRTC പ്രിയദർശിനി ബസ്സാണ് ചുരം ഇറങ്ങി വരികയായിരുന്നു. ആ സമയത്താണ് ബ്രേക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ നിയന്ത്രണം വിട്ട് ഡ്രൈവർ ഇടിച്ചു കയറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഈ തേക്ക് മരങ്ങളിൽ ഇടിച്ച് ബസ് നിൽക്കുകയായിരുന്നു. ഇതിലാണ് ഒരാൾ മരണപ്പെട്ടത്. രണ്ടുപേർ മരിച്ചു എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. ഈ രണ്ടാമത് മരിച്ച ആളുടെ പേരുകളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തേക്ക് മരങ്ങളിൽ ഇടിച്ചാണ് ബസ് നിന്നത്. അതോടുകൂടി തന്നെ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. ബ്രേക്ക് നിയന്ത്രണം വിട്ടതോടുകൂടി എവിടെയെങ്കിലും ഇടിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഡ്രൈവർക്ക് മുന്നിലുണ്ടായിരുന്ന പോംവഴി. അത് അദ്ദേഹം യാത്രക്കാരെ മുന്നറിയിപ്പ് എന്ന നിലക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷമാണ് ഇടിച്ചു കയറ്റിയത്. അതോടുകൂടിയാണ് വലിയൊരു അപകടത്തിലേക്ക് പോകാതെ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ അവസാനിച്ചത്. ഏതായാലും അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരാൾ കൂടി മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ആരാണെന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. കളക്ടറാണ് രണ്ടുപേർ മരിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്നുണ്ടായ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഏറ്റവും പെട്ടെന്ന്, അതായത് ഈ അപകടം നടന്ന ഉടൻ തന്നെ അവർ ഇങ്ങോട്ടേക്ക് ഓടി വരികയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ആ രീതിയിൽ അവരൊരു അപകടത്തിലേക്ക് പോകാതെ തടയുന്നതിന് നാട്ടുകാരുടെ ഇടപെടലും പ്രയോജനപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയാണിപ്പോൾ നിലവിലുള്ളത്. ഇനി നടക്കാനുള്ളത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയാണ്. ആ പരിശോധന കൂടി പൂർത്തിയായതിനു ശേഷമായിരിക്കും അപകടത്തിന് യഥാർത്ഥ കാരണമെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും കളക്ടറും അതുപോലെയുള്ള അധികൃതരൊക്കെ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി ബസ് ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ കൂടി നടത്തേണ്ടതുണ്ട്. അവർ പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളത് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഷിജു യൂട്യൂബിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, പാലക്കാട്.